കേന്ദ്ര സർക്കാർ പുതിയ അടവുമായി എത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പെല്ലാം ഞങ്ങൾ നടത്തിക്കൊള്ളാം, പൊതുജനം ചുമ്മാ കഴുതയെ പോലെ നോക്കിയിരുന്നാ മതി എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ പ്രക്രിയ ആയിരുന്നുവെങ്കിൽ BJP ഭരണം ആരംഭിച്ചത് മുതൽ അത് വെറും പ്രക്രിയ മാത്രമായി മാറി. BJP കൈമുതലാക്കി വെച്ചിരിക്കുന്ന EVM എന്ന കളിപ്പാട്ടവും ഇലക്ഷൻ കളിപ്പാവകളും ഒപ്പമുണ്ടെങ്കിൽ എന്തുമാകാമല്ലോ. ഇതാ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ജനത്തിന്റെ കരണ തടിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടെ ശേഖരിക്കുന്ന വീഡിയോ തെളിവുകൾ ഉൾപ്പെടെയുള്ളവയിൽ പൊതുജന പരിശോധനയ്ക്ക് വിലക്ക് നൽകിക്കൊണ്ടാണ് ഈ ഭേദഗതിക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിയമ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത മാറ്റം പുതിയ വിവാദമായി മാറുകയും ചെയ്തു. ഈ ഭേദഗതിയിൽ കോൺഗ്രസ് നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണെന്ന് എന്നതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ വരുത്തിയ പുതിയ ഭേദഗതി പ്രകാരം ഇതിൽ വ്യക്തമായി പറയാത്ത രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകില്ല. നിയമത്തിലെ 92-ാം വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കടലാസുകൾ പൊതുജനങ്ങൾക്ക് നേരത്തെ മുതൽ പരിശോധിക്കാം. എന്നാൽ ഇതിലെ 2 ഉപവകുപ്പിൽ ചില രേഖകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചട്ടത്തിൽ എടുത്തു പറയാത്ത രേഖകൾ പരിശോധിക്കാനാകില്ല എന്ന ഭേദഗതിയാണ് മന്ത്രാലയം പുതിയതായി കൊണ്ടുവന്നത്. നാമനിർദ്ദേശക പത്രിക, തെരഞ്ഞെടുപ്പ് ഏജന്റുമാരെ നിയോഗിച്ചുള്ള കടലാസുകൾ, ബാലറ്റ് പേപ്പറുകൾ, തെരഞ്ഞെടുപ്പ് കണക്കുകൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം. ഭേദഗതി പ്രകാരം ചട്ടത്തിൽ പരാമർശിക്കാത്ത CCTV ദൃശ്യങ്ങൾ, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ, മാതൃകാ പെരുമാറ്റ ചട്ടത്തിന്റെ ഭാഗമായുള്ള ചിത്രീകരണം തുടങ്ങിയവയിൽ പരിശോധന സാധ്യമാക്കാനാകില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് മുഹമ്മദ് പ്രജ നൽകിയ ഹർജിയിൽ ഇവ ഹർജിക്കാരന് കൈമാറാൻ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് കമ്മീഷൻ ശുപാർശയിൽ നിയമ മന്ത്രാലയത്തിന്റെ തിടുക്കത്തിലുള്ള ഈ നീക്കവും വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നടപടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മന്ത്രാലയവും ന്യായീകരിച്ച് രംഗത്തും വന്നു. ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വീഡിയോ ദൃശ്യങ്ങൾ നൽകാനാകില്ല എന്നാണ് വാദം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. സ്ഥാനാർത്ഥികൾ പരിശോധിക്കുന്നതിന് തടസ്സമില്ല എന്നും പൊതുജന പരിശോധന മാത്രമാണ് നിയന്ത്രിക്കുന്നതെന്നും വ്യക്തമാക്കി. CCTV, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളിൽ പൊതുജന പരിശോധന ഒഴിവാക്കും വിധം ചട്ടത്തിൽ ഭേദഗതി വരുത്തിയ നിയമ നടപടി ചോദ്യം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. കമ്മീഷന്റെ നടപടിക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന് പുതിയ ഉദാഹരണമാണിത്. വിവാദ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്ത് വന്നിട്ടുണ്ട്. അവരവന്റെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച നിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തി തങ്ങളുടേതായൊരു ലോകം ഉണ്ടാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിന് കുടപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒപ്പമുണ്ടാകുമ്പോൾ വേറെ എന്ത് പറയാനാകും? ഇതൊരു വല്ലാത്ത കാലം തന്നെയാണ്.